ലെബനോണും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധഭീതി ഉയർത്തി ഇസ്രയേലിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ വീണ്ടും പങ്കുവച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഭീഷണികളും വെല്ലുവിളികളും തുടരുന്നതിനിടെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രള്ളയുടെ വീഡിയോ ആണ് പുറത്തു വന്നത്. ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ഉദ്ദേശിക്കുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് പങ്കുവച്ചത്. ലെബനോണിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ മിലിറ്ററി മീഡിയ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. യുദ്ധത്തിലേക്ക് നീങ്ങാനാണ് ഇസ്രയേലിൻ്റെ ഉദ്ദേശമെങ്കിൽ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത്. ലെബനോണിനെതിരെ യുദ്ധം ചെയ്താൽ ഇസ്രയേൽ അതിന് ഖേദിക്കേണ്ടി വരുമെന്നും ഹസൻ നസ്രള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ നെഗേവ് മരുഭൂമിയിലെ ഡിമോൺ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ റിസർച്ച് സെൻറ്റർ, ടെൽ അവീവിലെ ബെൻ ഗൂറിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഔട്ട്പോസ്റ്റുകളിൽ ഒന്നായ നെവാറ്റിം എയർബേസ് എന്നിവയാണ് ഹിസ്ബുള്ളയുടെ പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളായി ആ വീഡിയോയിൽ പറയുന്നത്. ടെൽ അവീവിലെ ഹക്കിരിയ കോംപ്ലക്സും ഭരണകൂടത്തിൻ്റെ സുരക്ഷാ മന്ത്രാലയവും അതിൻ്റെ ജനറൽ സ്റ്റാഫിൻ്റെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയും ഹിസ്ബുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ പറയുന്നുണ്ട്. അതിനിടെ ഇസ്രയേൽ ലെബനോൺ അതിർത്തിയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും രൂക്ഷമായി തുടരുകയാണ്. യുദ്ധഭീതി തുടരുന്നതിനാൽ ലെബനോണിലെ തങ്ങളുടെ പൗരന്മാർക്ക് അടിയന്തര മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ പൗരന്മാർ ലെബനോൺ ഉടൻ വിടണമെന്നാണ് കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത്. ലെബനോൺ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പൗരന്മാരോട് തൽക്കാലം മാറി നിൽക്കാനും കുവൈറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈത്തിനൊപ്പം കാനഡയും ലെബനോണിലെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലെബനോണിൽ നിന്ന് 45,000 പൗരന്മാരെ ഒഴിപ്പിക്കാൻ കാനഡ ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യവും ലെബനോണിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും പിരിമുറുക്കവും വർദ്ധിക്കുന്നതിനിടെ ആശങ്ക പ്രകടിപ്പിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും രംഗത്തെത്തി. ലെബനോണിനെ മറ്റൊരു ഗാസയാക്കരുതെന്നാണ് ഗുട്ടറസ് പറഞ്ഞത്. സംഘർഷം രൂക്ഷമായതിനൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിൽ നടത്തുന്ന വെല്ലുവിളികളും കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുട്ടറസിൻ്റെ പ്രതികരണം. UN സമാധാന സേനാംഗങ്ങൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളിയാഴ്ച ഗുട്ടറസ് പറഞ്ഞിരുന്നു.